തിരുവല്ലയിലെ വികസന മുരടിപ്പിന് ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് പറയുന്നു മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ. ജനങ്ങളും UDFും തമ്മിൽ മാത്രമാണ് ഡീല്. താൻ വിജയിച്ചാൽ 24 മണിക്കൂറും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും വർഗീസ് മാമൻ 24നോട് പറഞ്ഞു. ഷിജോ കുര്യൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക്. തിരുവല്ലയിലെ UDF സ്ഥാനാർത്ഥി രാവിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കാനൊക്കെ വന്നതാണ്. കുറേയധികം ആളുകളും ഒപ്പമുണ്ട്. വർഗീസ് മാമൻ വലിയ ആത്മവിശ്വാസത്തിലാണോ തിരുവല്ലയിൽ? തീർച്ചയായിട്ടും തിരുവല്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾ ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ വിജയം നേടിത്തരും. പക്ഷേ കഴിഞ്ഞ കാലം കുറേയായിട്ട് ഇവിടെ ഒരു LDFന്റെ വലിയൊരു ആധിപത്യമുണ്ട്. അത് ഇത്തവണ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? LDFന് ഒരു ആധിപത്യം ഇവിടെയില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 13,000 വോട്ടിന്റെ മുന്നേറ്റമാണുള്ളത്. കഴിഞ്ഞ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDF നിലംപരിശായി. തിരുവല്ല നഗരസഭയടക്കം 9 പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഭരിക്കുകയാണ്. 7,500 വോട്ടിന്റെ മുൻതൂക്കമാണ് ഞങ്ങൾക്ക്. ചില കാരണങ്ങൾ കൊണ്ട് LDFന്റെ MLA ജയിച്ചു എന്നുള്ളതല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ വിജയം ലഭിക്കും. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും വലിയ തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് തിരുവല്ലയിൽ ഒരു നിർണായക ശക്തിയാകാൻ. അത് ഏതെങ്കിലും തരത്തിൽ UDFന് തിരിച്ചടിയാകുമെന്ന് കരുതുന്നുണ്ടോ? ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന BJPക്ക് ഒരിക്കലും സമാധാനത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നാടായ തിരുവല്ലയിൽ ഒരു സ്ഥാനവുമില്ല. BJPയെ ഞങ്ങൾ അങ്ങനെ അത്തരത്തിൽ ഗൗരവമായി കാണുന്നേയില്ല. തിരുവല്ലയിലെ വോട്ടർമാരോട് വർഗീസ് മാമന് UDFന് നൽകാനുള്ള ഉറപ്പ് എന്താണ്? കഴിഞ്ഞ 20 വർഷത്തെ വികസന മുരടിപ്പിന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തും. അതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. 2 ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. 24/7 24 മണിക്കൂറും ജനങ്ങളോടൊപ്പം നിൽക്കും ഞാൻ ജയിച്ചു വന്നാൽ എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ആ വാക്ക് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അതിലൊക്കെ ഉപരി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. കേരളത്തിലുടനീളം അതിനനുകൂലമായ ഒരു കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റ് തിരുവല്ലയിലും വരും. 100 സീറ്റോടെ UDF അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ 10-നകത്ത് തിരുവല്ല ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള ഡീല് ഇതിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും നടന്നു എന്ന് കരുതുന്നുണ്ടോ? കാരണം ഇപ്പോൾ പല ഇടത്തുള്ള സ്ഥാനാർത്ഥികളെ ആർക്കും അറിയുക പോലും ഇല്ല. അപ്പോൾ ആ പാർട്ടിയിൽ തന്നെ പെട്ട ആളുകൾക്ക് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡീല് നടന്നതായിട്ടുള്ള ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. അതിനോടുള്ള പ്രതികരണം എന്താണ്? ഒരു ഡീലുമില്ല. ഇവിടെ ഒറ്റ ഡീലേ ഉള്ളൂ. UDFും ജനങ്ങളുമായിട്ടുള്ള ഡീലാണ്. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. UDFന്റെ ഗവൺമെൻറ് ഉണ്ടാവും. അപ്പോൾ UDF എത്ര സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് കരുതുന്നത്? അപ്പോൾ അതിന് തിരുവല്ല ഉണ്ടെന്ന് ഉറപ്പാണോ? 100-ലധികം സീറ്റോടെ അധികാരത്തിൽ. എന്താ നിങ്ങൾക്ക് സംശയം? പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ എന്തായാലും തിരുവല്ലയിൽ ജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വർഗീസ് മാമൻ ഉള്ളത്. തിരുവല്ലയിലെ ജനങ്ങൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇത്തവണ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.